ബ്ലാക്ക് മാഗ്നറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂരേക്കാണ്. നീനുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിന്ന് നീനുവിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ ചേച്ചീൻ്റെ മോള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ഗൾഫിൽ നിന്ന് വന്നതിന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് എത്തുന്ന ഓരോ ദിവസവും അവളൊരു ജനലിൻ്റെ മുകളിൽ മാർക്ക് ചെയ്തിട്ട് 1, 2, 3, 4, 30 ദിവസം വരെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ മാർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ എന്ന് വരും എന്നുള്ളത് നോക്കി അവൾ ഓരോ ദിവസവും ടിക്കറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ യാത്രയിൽ ഹൈവേൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോക്ക് തൃശ്ശൂർ പോയി വരുമ്പോൾ വളരെയധികം മാറ്റങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ പണി നല്ല സെറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ പോയിട്ട്, അതായത് വാച്ചേച്ചിൻ്റെ മോള് ദേവു ഏകദേശം 1 വർഷത്തിൻ്റെ മേലെയായി ഗൾഫ് പോയിട്ട് അപ്പോൾ റിട്ടേൺ അടിച്ച് വന്നതാണ്. ഞങ്ങൾ പോകുന്ന യാത്രയിലാണ് എന്ത് കണ്ടോ, നിരനിരയായിട്ട് എത്ര ടിപ്പറാണ് കിടക്കുന്നത്. ഹൈവേൻ്റെ പണിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ നേരെ അവളെ വീട്ടിലെത്തിയിട്ട് എന്താണ് അവരെ റിയാക്ഷൻ എന്നുള്ളത് നമ്മൾക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയില്ല. കുറേ കാലത്തിന് ശേഷം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പം ഇതാ വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആരെയും കാണുന്നില്ല, പുറത്ത് ഗ്രില്ല് അടച്ചിട്ടതാണ്. അപ്പോൾ നമ്മുടെ കക്ഷി ഇതാ വന്ന് ഗ്രില്ല് തുറക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ആൾ, ദേവാഞ്ജന PS. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുമ്പോഴത്തെ ഈ ബാക്കിയുള്ളവരൊക്കെ കയറി ഒളിച്ചിട്ടോ. ഇവിടെ വരുമ്പോൾ കളർ ചെയ്ത് ചെയ്യുന്ന കാണിക്കും. ഇതെന്താ സംഭവം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. എത്രാം തീയതിയാ വന്നത്? ഇന്ന് 60. അല്ലല്ലോ 70. എന്നാ വെട്ടാനായില്ലേ? എന്താ സംഭവം തോന്നോ? ഇതെന്തിനാ എഴുതിച്ച്? അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.